നിവിനെ ബാന്നർ നിങ്ങളിപ്പോൾ അവിടെ സംസാരിച്ച് ഞാൻ ഡബ് ചെയ്യട്ടെ എന്ന് വെച്ചു. ഇയാൾക്കിപ്പോൾ എന്ത് റിമണ്ടറേഷൻ കൊടുക്കണം അതല്ലേ പറഞ്ഞു. അപ്പോൾ ഒരു രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. നീ എന്നെ ഒരു സഹായം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പടത്തിന് എനിക്ക് റിമണ്ടറേഷൻ വേണ്ട, ഒന്നും വേണ്ട. പടം ഹിറ്റാവട്ടെ, അതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തോന്നി തന്നാൽ മതി. ആക്ഷൻ ഹീറോ ബിജുവിനകത്ത് ഇത്രയും മനോഹരമായിട്ടൊരു പോലീസുകാരൻ്റെ ലൈഫ് എവറിഡേയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. അതിൽ വൈറസ് കൂടെ നമ്മളെ കളിയാക്കുന്നതുകൊണ്ടുണ്ട്. കോബ്രകളുടെ കിങ് കോബ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ആ സീൻ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ചിരിച്ച ചിരി തിയേറ്ററിലും അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ലുലുല അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് കുട്ടികൾ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ തെറി, ഞാൻ ഒരു തെറിയാ, നീ ഒന്നും കേട്ടില്ലല്ലോ, അത് നമുക്ക് മനസ്സിലായില്ല പറഞ്ഞത് തെറിയണമെന്നില്ല. ഇന്ത്യൻ നേവി ഈസ് നോട്ട് എൻ ഓർഗനൈസേഷൻ ടു ഡാൻസ് അക്കോർഡിംഗ് ടു യുവർ വിൻസെൻറ്റ് ഫാൻസീസ് എന്ന് പറഞ്ഞ് ഐ വിൽ നോട്ട് ഡു ഇറ്റ് ജഹിന്ദ് എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോകുന്നു. ഞാൻ തിയേറ്ററിൽ പടം കാണുന്ന സമയത്ത് അതിന് ക്ലാപ്പ്, അത് എന്തിനാണെന്നുള്ളത് എനിക്കും മനസ്സിലായില്ല. സാർ ഇംഗ്ലീഷ് പറഞ്ഞൊന്നും മനസ്സിലായില്ല. പക്ഷെ സാർ ഭയങ്കര കലിപ്പിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ജയന്തും പറഞ്ഞു. അതോടെ പിന്നെ കയ്യടി തന്നെ വന്നാണ് സാർ. സച്ചി ഒരു സമയം രവിടം വീട്ടിലുണ്ടോയെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്തേ എന്നത്. 1000 രൂപ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മളൊരു പടം ചെയ്യുന്ന കേട്ടോ. രവിടം അന്നൊരു കാര്യം പറഞ്ഞു, ഒരു ത്രെഡ് പറഞ്ഞില്ല, അത് എനിക്ക് ഫ്ലെയർ ആയിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞ മാർക്കോസിൻ്റെ ഒരു സംഭവം, അതിനകത്തുള്ള ലവ് സ്റ്റോറി ഇതൊക്കെ. ഫയറിങ് നടക്കുന്നുണ്ട്, ബൈ ചാൻസ് വല്ല ബുള്ളറ്റ് വന്ന് ചില്ലിലടിച്ചാലും നിങ്ങൾ പാനിക് ആവണ്ട. രവിട്ട ഇത് പറഞ്ഞിട്ട് ഞാൻ ആ വണ്ടിയിൽ എങ്ങനെ ഇരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളുടെയൊക്കെ ലൈഫ് എന്താണെന്നുള്ളതും നിങ്ങളോട് എനിക്കുള്ള റെസ്പെക്റ്റും ഇതാണെന്ന്. നമസ്കാരം. ഇന്നത്തെ മേജർ സ്പീക്കിൽ നമുക്ക് ഇന്ത്യയുടെ തന്നെ എന്നാൽ ഇന്ത്യയുടെ പുറത്ത് കിടക്കുന്ന ലക്ഷദ്വീപിലോട്ട് പോകാം. അവിടെ ഒരു സിനിമ ഷൂട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓർക്കുന്നത് അനാർക്കലിയെക്കുറിച്ചാണ്. സച്ചി എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ലവ് സ്റ്റോറി. അതിനകത്ത് ഞാനെന്നൊരു ക്യാരക്ടർ നേവൽ ഓഫീസർ ആണെങ്കിലും അവരുടെ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് കണ്ടാൽ തോന്നുന്നൊരു നെഗറ്റീവ് ഷെയ്ഡായിരുന്നു. ആ നെഗറ്റീവ് ഷെയ്ഡ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറോയ്ക്ക് എഗൻസ്റ്റായിട്ട് എപ്പോഴും, അതുപോലെ തന്നെ ആ പ്രണയത്തിന് എഗൻസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന പോലുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ജനങ്ങൾക്ക് തോന്നുന്നത്. അത് ബിക്കോസ് ഓഫ് ഹിസ് സിൻസിയറിറ്റി എന്നുള്ളതാണ്. സീനിയർ ഓഫീസർ എന്ത് പറയുന്നു അത് ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു ജൂനിയർ ഓഫീസറായിട്ടാണ് അതിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ കാണുന്നവർക്ക് ഉടക്കുന്നു, മീയായിട്ട് ഉടക്കുന്നു, പൃഥ്വിരാജായിട്ട് ഉടക്കുന്നു, എങ്ങനെയെങ്കിലും ഇവനെ പറഞ്ഞയക്കാതിരിക്കുക, ഈ കഥ വേറൊരു രീതിയിലോട്ട് പോകുമോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ആ എക്സ്പീരിയൻസ് ഞാൻ ആദ്യം ലക്ഷദ്വീപിൽ പോയി ഇറങ്ങിയ സമയത്ത്, അതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ ആർമി ചീഫിൻ്റെ ADC ആയിരുന്ന സമയത്ത് 92-93 അത് വെറുതെ അവിടെ പോയി ഇറങ്ങി ഞങ്ങളവിടെ ഒരു മീറ്റിംഗ് നടത്തി തിരിച്ചിങ്ങ് പോന്നു. അപ്പോൾ ലക്ഷദ്വീപിനെ ഞാൻ ശരിക്കും കണ്ടിട്ടില്ലായിരുന്നു. ഷൂട്ടിങ്ങിന് പോയപ്പം എയർപോർട്ടിൽ നിന്ന് പിന്നീട് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും എന്നെ അന്താളിപ്പിച്ചൊരു കാര്യമുണ്ട്. അവിടെ ജയിൽ ഉണ്ട്, ആൻഡമാൻ ജയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാതിലും ജനലും ഇതെല്ലാം ഉണ്ട്. അപ്പോഴാണ് അവിടുത്തെ ആൾക്കാരോട് സാർ ആ ജയിൽ എപ്പോഴും പൂട്ടി കിടക്കായിരിക്കും. അതെന്താ, അതിനകത്ത് ആരുമില്ല, കാരണം കുറ്റവാളികളായിട്ട് ആരും അവിടെ ഇല്ല എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ നല്ല സുഖമായിരുന്നു. ബിക്കോസ് ഇതുപോലുള്ളൊരു സ്ഥലത്ത് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച്, ആ ലക്ഷദ്വീപിനെക്കുറിച്ച് പലതും രാഷ്ട്രീയപരമായിട്ട് ഫോറും എഗൻസ്റ്റുമായിട്ട് കേൾക്കുന്നുണ്ട് പലതും. ബട്ട് ദെൻ അവിടെ ശാന്തരായ മനുഷ്യർ, നമ്മുടെ തന്നെ ഭാഗമായിട്ടുള്ളവർ ബ്രിട്ടീഷ് ഭരണകാലത്തും അല്ലെങ്കിൽ ഓരോരോ സമയങ്ങളായിട്ട് അവിടെ പോയി വസിച്ച് അത് നമ്മുടെ ഒരു കോളനിയാക്കി മാറ്റിയിട്ടുള്ള, അതിന് സഹായിച്ചിട്ടുള്ള ആ മനുഷ്യരാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു ഹോട്ടലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ താമസിച്ചിരുന്നൊക്കെ ചെറിയ വല്ലവരുടെയും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അങ്ങനെയൊക്കെയാണ് താമസിച്ചിരുന്നത്. ഗസ്റ്റ് റൂം എന്ന് പറയാനൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. പക്ഷേ രാത്രിത്തെ ശാപ്പാട് ഒക്കെ വരുന്നത് പലപ്പോഴും പലരുടെയും വീട്ടിൽ നിന്നായിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ടേസ്റ്റി ഫുഡ്, സീ ഫുഡാണെങ്കിലും എന്തും അവിടെ സ്നേഹത്തിൻ്റെ ഒരു ടച്ചുള്ളൊരു ഫീലാണ് എനിക്കവിടെ തോന്നിയത്. പിന്നെ അവിടുത്തെ ചായക്കട അല്ലെങ്കിൽ ഞങ്ങൾ ഈവനിങ് ഒക്കെ നടക്കാൻ പോകുന്ന സമയത്ത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ ഓൾ ടുഗദർ. അവിടെ ഒരിക്കലും ഒരാൾ തമ്മിൽ വഴക്കടിക്കുന്നതോ അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങളവിടെ കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ വണ്ടികളില്ലാത്തതിന് വലിയൊരു സംഭവമായിരുന്നു. ദെൻ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ആദ്യമൊക്കെ കുറച്ച് ദിവസമൊക്കെ അവിടേക്ക് ആൾക്കാർ വരും ഇതെല്ലാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് ദേ വർ നോട്ട് ബോതേർഡ് ടു കം ഫോർ ദ ഷൂട്ടിംഗ് ടൈം. അവിടെ നമ്മളെ ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനുമില്ല. അവർക്കറിയാതെ നമ്മുടെ പ്രൊഫഷൻ നമ്മൾ ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ, അവർ കണ്ടു നമ്മളെല്ലാം അവരെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ പ്ലേസ് ടു ഷൂട്ട്. മനോഹരമായ ബീച്ചും മനോഹരമായ കടലും
ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് അനാർക്കലി പോലുള്ളൊരു പടം ഷൂട്ട് ചെയ്യാൻ വേണ്ടി സച്ചി പ്ലാൻ ചെയ്ത സമയത്ത് അദ്ദേഹം അനുഭവിച്ച കുറേ പ്രശ്നങ്ങളുണ്ട്. അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവിടെ പോയിട്ടൊക്കെയാണ് പിടിപാടൊക്കെ ആയിട്ടാണ് സച്ചി, കാരണം ആ കഥയ്ക്ക് അത് ആവശ്യമായിരുന്നു. ലാസ്റ്റ് ഈ മനുഷ്യനെ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളത് അത് വേറെ എവിടെയെങ്കിലും ചെയ്തിരുന്നെങ്കിലും, ഇപ്പം ആൻഡമാൻസിലാണെങ്കിലും അത് അത്ര പറ്റില്ല. കാരണം ആൻഡമാൻസിൽ നിന്ന് നമുക്ക് ചെന്നൈ വരെ എത്താൻ 2 മണിക്കൂർ ഫ്ലൈറ്റുണ്ട്. അതുപോലെ കൽക്കട്ട എത്താനാണെങ്കിലും 2 മണിക്കൂർ ഫ്ലൈറ്റുണ്ട്. പക്ഷേ കഥാപരമായിട്ട് ഇത് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഈ മനുഷ്യൻ ഇവിടെ എത്തിക്കണം എന്ന് പറയുന്ന സമയത്ത് ഒരു വലിയ ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ ഇറ്റ് ടേക്സ് ഓൺലി 40 മിനിറ്റ്സ്. അല്ല നോർമൽ ചെറിയ ഫ്ലൈറ്റ് ആണെങ്കിൽ 1 മണിക്കൂർ എടുക്കും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരുന്നു സച്ചി ഇത് ഇത്രയും എനിക്കിത് ചെയ്തേ പറ്റൂ, ഇവിടെ തന്നെ ചെയ്യണമെന്ന് കുറേ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ആ പടം അവിടെ നടന്നിരിക്കുന്നത്. എൻ്റെ ക്യാരക്ടർ സച്ചി എന്നോട് പറയുന്ന സമയത്ത് എനിക്കൊരു നെഗറ്റീവ് ഷെയ്ഡായിട്ട് തോന്നിയില്ല അത്. പക്ഷേ ഞാൻ പടം കാണുമ്പോഴാണ് തോന്നിയത്, അല്ലെങ്കിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് തോന്നി ഞാനതിലൊരു നെഗറ്റീവ് ഷെയ്ഡാണോ എന്നുള്ളത്. പക്ഷേ അതിനെ ഫുൾ മാറ്റിമറിച്ചത് ആ ക്ലൈമാക്സിൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളെല്ലാം കൺവിൻസായി. മിയായിട്ട് സംസാരിച്ചു, മിയായിട്ട് ഉടക്കുണ്ടാക്കി, എല്ലാം കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഇത് എന്തോ ഈ മനുഷ്യനെ, ഈ ഹീറോ എന്ന് പറയുന്ന ഈ ക്യാരക്ടറിനെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എവിടേക്കോ ഒരു നെഗറ്റിവിറ്റി അവിടെ കിടപ്പുണ്ട്. അത് നമ്മുടെ കിരൺ ബേദിയുടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ അത്രയും നെഗറ്റീവ് ഷെയ്ഡായിട്ടാണ് അവിടെ കിടന്നിരുന്നത്. അപ്പം അതുകൊണ്ട് ഞാനും അങ്ങ് നെഗറ്റീവായി. ബട്ട് ദെൻ സച്ചി എനിക്കൊരു ലിബർട്ടി തന്നു. ഇവിടെ പുറത്ത് വന്ന് നിങ്ങൾ 4 ഇംഗ്ലീഷിൽ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കും. ബിക്കോസ് യു ആർ ജസ്റ്റ് ഡിസൊബേയിങ് ഹിം. ആ ലെവലിലേക്കാണ് വന്നോളൂ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു നീ എന്തെങ്കിലും പറയാന്ന്, നിങ്ങൾ കലിപ്പിലാണ്. എന്നിട്ട് കാരണം ഇത് ഇത്രയും കാലം ഇയാൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്ത് മുഴുവൻ തെറ്റാണെന്ന് താൻ റിയലൈസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വെളിയിലോട്ട് ഇങ്ങോട്ട് വരേണ്ടതെന്ന് പറഞ്ഞു. വന്നിട്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇംഗ്ലീഷ് ഡയലോഗിലാണ് ലാസ്റ്റിൽ വന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഇന്ത്യൻ നേവി ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ ടു ഡാൻസ് അക്കോർഡിംഗ് ടു യുവർ വിൻസ് ആൻഡ് ഫാൻസീസ് എന്ന് പറഞ്ഞ് ഐ വിൽ നോട്ട് ഡു ഇറ്റ് ജഹിന്ദ് എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോന്നു. ഞാൻ തിയേറ്ററിൽ പടം കാണുന്ന സമയത്ത് അതിന് ക്ലാപ്പ്, അത് എന്തിനാണെന്നുള്ളത് എനിക്കും മനസ്സിലായില്ല. ബിക്കോസ് ഇത് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നില്ല. അപ്പം ഞാനവിടെ തിയേറ്ററിൽ നിന്ന് നമ്മളൊക്കെ ഫാൻസിൻ്റെ അല്ലെങ്കിൽ ഈ ആളുകൾ കുട്ടികൾ വന്നിട്ട് പറയുന്നത് സാർ അത് നന്നായിരുന്നു. ഞാൻ ചേട്ടാ മോനെ ഈ പറഞ്ഞ കാര്യം നിനക്ക് വല്ലതും മനസ്സിലായോ, ആ ഇംഗ്ലീഷ് പറഞ്ഞതെന്ന് വെച്ചു. സാർ ഇംഗ്ലീഷ് പറഞ്ഞതൊന്നും മനസ്സിലായില്ല, പക്ഷെ സാർ ഭയങ്കര കലിപ്പിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ജയന്തും പറഞ്ഞു, അതോടെ പിന്നെ കയ്യെടുത്ത് തന്നെ വന്നാണ് സാർ. സോ ലുക്ക് അറ്റ് ദറ്റ് ഓഡിയൻസ് ഫീലിങ്സ്. ലാംഗ്വേജ് ഈസ് നത്തിങ് ഫോർ എ സിനിമ. ഇറ്റ്സ് എ ആക്ഷൻസ് വാട്ട് യു ഡു, പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്നുള്ളത് ഒരു സിനിമയിൽ ആ ഒരു ക്യാരക്ടർ അഭിനയിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. ഏത് ലാംഗ്വേജ് ആണെങ്കിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിനനുസരിച്ചിട്ടായിരിക്കും ആളുകളുടെ റിയാക്ഷൻ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് സച്ചിയായിട്ടുള്ള ആ ഒരു ബന്ധം അവിടുന്ന് തുടങ്ങിയതായിരുന്നു. അവിടുന്ന് തുടങ്ങിയിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് സച്ചി പറഞ്ഞു, പടം കഴിഞ്ഞ് ഞാനിവിടെ കൊണ്ടന്നൂരിൽ എൻ്റെ വീട്ടിൽ ഫ്ലാറ്റിലിരിക്കുന്ന സമയത്ത് സച്ചി ഒരു ദിവസം എവിടെ വീട്ടിലുണ്ടോയെന്ന് വെച്ചു. അതേന്ന്. അതന്ന് എന്തോ ഒരു 1-ാം തീയതി വിഷു എന്തോ ആയിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്തേ എന്നത്. അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് 1000 രൂപ എൻ്റെ പോക്കറ്റിൽ നിന്ന്, അന്ന് 1000 രൂപയുടെ നോട്ടുള്ള സമയമാണ്, 1000 രൂപ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പോയിട്ട് പറഞ്ഞു നമ്മളൊരു പടം ചെയ്യുന്ന കേട്ടോ. ഏതാണെന്ന് വെച്ചു. ഇവിടെ അന്നൊരു കാര്യം പറഞ്ഞു, ഒരു ത്രെഡ് പറഞ്ഞില്ല, അത് എനിക്ക് ഫ്ലെയർ ആയിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞു മാർക്കോസിൻ്റെ ഒരു സംഭവം, അതിനകത്തുള്ള ലവ് സ്റ്റോറി ഇതൊക്കെ. ആടാ നിനക്ക് കിട്ടിയാന്ന്, എനിക്ക് നല്ലൊരു ഫ്ലെയർ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതും പറഞ്ഞ് അന്ന് ആ മനുഷ്യനത് വാങ്ങിച്ചിട്ട് പോയി. പിന്നീട് ഈ സച്ചി എന്നുള്ള വ്യക്തിയായിട്ട് എപ്പോഴും നല്ല ബന്ധമായിരുന്നു, ഒരു ബ്രദർലി ബന്ധം. പിന്നെ അവൻ അസുഖമായിട്ട് കിടന്ന സമയത്തൊക്കെ വളരെയധികം ഞാൻ വിഷമിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഞാൻ ഈ കൊറോണ സമയത്തുള്ള റെസ്ട്രിക്ഷൻസൊക്കെ പേപ്പറൊക്കെ സൈൻ ചെയ്ത് ഇറങ്ങി അത്യാവശ്യ കാര്യത്തിനാണ്. എന്താ അറിയില്ല, അന്ന് വേണമെങ്കിൽ എനിക്കത് അവോയ്ഡ് ചെയ്യാമായിരുന്നു. ആ ഒരു വിളിയിൽ നമുക്ക് പറയാമല്ലോ സച്ചി എവിടെ എനിക്കൊന്ന് കാണണം, ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് വരാമെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്ത് പോവുകയും ചെയ്തു. ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോയത്. പോയി വീട്ടിലെത്തി, ഞങ്ങളിരുന്ന് ചായ കുടിച്ചു, സംസാരിച്ചൊരു 1/2-3 മണിക്കൂറോടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് സച്ചി ഒരു സിഗരറ്റൊക്കെ വലിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പുറത്തുനിന്ന് സംസാരിച്ചിട്ട് ശരി വേട്ടാ എന്നാൽ കാണാമെന്ന് പറഞ്ഞു. ഞാൻ കെട്ടിപ്പിടിച്ച് ആസ് യൂഷ്വൽ നോർമൽ യാത്രയപ്പം പറഞ്ഞു പോകുന്നത്. അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു സച്ചി തൃശ്ശൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു.
രണ്ടാമത്തെ സർജറിക്ക് വേണ്ടിയിട്ട്. മൂന്നാം ദിവസം സച്ചി ഇല്ല. പെട്ടെന്നൊരു ന്യൂസ് വരികയാണ് സച്ചി പോയി എന്നുള്ളത്. അപ്പോൾ ഈ 2 ദിവസം മുന്നേ എന്തിനാണ് ഈ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ തമ്മിൽ സിനിമ ചെയ്തിട്ടില്ല, ഞങ്ങൾ തമ്മിലൊരു തിരക്കഥാകൃത്ത് ഡയറക്ടർ എന്നുള്ള റിലേഷൻഷിപ്പ് ആയിട്ടില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനൊരു ബന്ധം എന്തേന്നറിയില്ല. തുടക്കം മുതലൊക്കെ എനിക്ക് സച്ചിനും വലിയ ഇഷ്ടമാണ്, അതുപോലെ തന്നെ സച്ചിക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ ലൊക്കേഷനിലൊക്കെ വരാറുണ്ട്. പിക്കറ്റ് 43-ലൊക്കെ സച്ചി എൻ്റെ ലൊക്കേഷനിൽ വന്നപ്പം ആ ദിവസം അന്ന് അവിടെ ഫയറിംഗ് ഉണ്ട്. അപ്പോൾ രാജുവിനെ കാണാൻ ഈ അനാർക്കലിയുടെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്, അതവിടെ ഷോപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ എൻ്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ സച്ചി കയറി വന്നിരിക്കുകയാണ്. വന്ന് അന്ന് അവിടെ ലൊക്കേഷനിൽ കഥ പറഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് അറിഞ്ഞത്, സാർ പുറത്ത് പോകുന്ന വഴിക്ക് ഫയറിംഗ് നടക്കുന്നുണ്ട്, എൻകൗണ്ടർ നടക്കുന്നുണ്ട്, അപ്പോൾ എത്രയും പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ വൈൻഡപ്പ് ചെയ്തിട്ട് പോകാമെന്നത്. എങ്ങനെ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്താലും ആ വഴിക്ക് പോകണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഷൂട്ട് ഫിനിഷ് ചെയ്തപ്പോഴത്തേക്കൊരു 6:45-7 മണിയായി കാണും. അപ്പോൾ വണ്ടി കയറി. അപ്പോൾ ഞാൻ എൻ്റെ നോർമൽ ഈ ഇന്നോവയും പരിപാടിയൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് അവിടുത്തെ ബുള്ളറ്റ് പ്രൂഫ് സ്കാനിയ കൊണ്ടുവരാൻ പറഞ്ഞ് 17 പേര് കയറുന്ന വണ്ടിക്കകത്ത് ഞങ്ങളൊരു 25-30 ആൾക്കാരെയാണ് കുത്തി നിറച്ച്. കാരണം ബുള്ളറ്റ് പ്രൂഫും മൈൻഡ് പ്രൂഫുമാണ് അത് ആ വണ്ടി. അപ്പോൾ കയറി സച്ചി കൊണ്ടിട്ട് ഇവിടെ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് സച്ചി അപ്പൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ വാതിലൊക്കെ അടച്ചു. പിറകാലത്തെ വാതിലടയ്ക്കുമ്പോൾ പറഞ്ഞ് ആ വാതിലടയ്ക്കുന്ന ഹവൽദാർ അയാളാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത്. മൂപ്പർ പറഞ്ഞു, देखो जाते वक्त കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി. പോകുന്ന വഴിക്ക് ഫയറിങ് നടക്കുന്നുണ്ട്, ബൈ ചാൻസ് വല്ല ബുള്ളറ്റ് വന്ന് ചില്ലിലടിച്ചാലും നിങ്ങൾ പാനിക് ആവണ്ടാകും, ചില്ലിലടിച്ചായിരുന്നു. ഇതോടെ സച്ചിനോട് പിന്നെ പറയാം, രവിട്ടാ ഇത് പറഞ്ഞിട്ട് ഞാൻ ആ വണ്ടിയിൽ എങ്ങനെ ഇരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾ അതിനകത്ത് ഇരിപ്പുണ്ടല്ലോ, ഒരു പ്രശ്നമില്ലാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ചോദിക്കാനും തോന്നിയില്ല, കാരണം ആ ഗ്ലാസ് വന്ന് ബുള്ളറ്റ് പ്രൂഫാണ്. അതാണ് അയാൾ പറഞ്ഞത്, ബുള്ളറ്റ് പ്രൂഫിൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞ്. തിരിച്ചു പോയിട്ട് റൂമിൽ പോയിട്ട് സച്ചി പറയുന്നത്, രവിട്ടാ നിങ്ങളുടെയൊക്കെ ലൈഫ് എന്താണെന്നുള്ളതും നിങ്ങളോട് എനിക്കുള്ള റെസ്പെക്റ്റും ഇതാണെന്ന്. ഒരുപക്ഷെ അതായിരിക്കും ഞാനും സച്ചിയും തമ്മിലൊരു ബന്ധം അങ്ങനെ ഉണ്ടായിരുന്നു. ആ ഒരു കഥാകൃത്തും ഡയറക്ടറും നമ്മളൊക്കെ വിട്ടുപോയിരിക്കുന്നു. ഈ അനാർക്കലിയുടെ സമയത്ത് അതൊരു സങ്കടകരമായിട്ടുള്ളൊരു ഫീലിംഗ് ആണത്. Because he was a very efficient and he was a very good friend and a good human being. ആക്ഷൻ ഹീറോ ബിജു എൻ്റെ സിനിമാ ജീവിതത്തിൽ, അഭിനയ ജീവിതത്തിൽ ഏറ്റവും അധികം ഒരു ടേണിംഗ് പോയിൻ്റ് തന്നിട്ടുള്ളൊരു സിനിമയായിരുന്നു അത്. ആ സിനിമയിൽ 2 ദിവസമാണ് അഭിനയിക്കാൻ വേണ്ടി വിളിച്ചിരുന്നെങ്കിലും ഒരു 3 ദിവസം 2 ദിവസം തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ത്രൂ ഔട്ട് പടത്തിനകത്ത് അവിടെ ഇവിടെ കേട്ടിങ്ങനെ വരുന്നുണ്ട്, പോകുന്നുണ്ട്. ആ ഒരു കമ്മീഷൻ എന്നുള്ള ക്യാരക്ടർ അത് നടക്കുന്ന ഇങ്ങനെ. ഒരു ദിവസം ബോംബെയിൽ ഞാനും പ്രിയേട്ടനും കൂടെ എന്തോ ഒരു സംഭവത്തിൽ, പ്രിയേട്ടൻ്റെ കൂടെ ആയിരുന്നു ഞാനൊന്ന് ബോംബെയിലുള്ളപ്പോൾ. എനിക്ക് കോൾ വന്നു, ഷൈൻ്റെ കോളായിരുന്നു. സാറേ ഞാനും നിവിനുണ്ട്, ഞങ്ങളൊരു പടം ചെയ്യുന്നുണ്ട്, ആക്ഷൻ ഹീറോ ബിജു, സാറേ ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. അപ്പം ഏതോ ഒരാൾ ഈ കമ്മീഷണർ പോർഷൻ ചെയ്യേണ്ട ആൾ നടൻ മിസ്സായി എന്ന് പറഞ്ഞ് വന്നില്ല. നാളെയാണ് ഷൂട്ട്. അപ്പോൾ ഇന്ന് അവർക്ക് ആ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ആരെ കൊണ്ടുവന്നിട്ട് അവരതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്നത്. അപ്പോൾ എന്താണ് പ്രശ്നം? അപ്പം നിവിൻ വന്നിട്ട് പറഞ്ഞു, സാർ അങ്ങനെ ഒരു കമ്മീഷണർ ഇതുണ്ട്, അത് സാറ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ കാര്യം എനിക്ക് മനസ്സിലായി, എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയേട്ടാ ഞാനൊന്ന് പോയിക്കോട്ടെ, നാളെ വരുന്ന 2 ദിവസത്തിൻ്റെ പറയുന്നത് തിരിച്ച്. അല്ല നീ പോയിക്കോ, എൻ്റെയും പണി കഴിച്ചിട്ട് ഞാനും പോവും. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം കാലത്ത് ഇവിടെ വന്ന് കൊച്ചി വന്ന് നേരെ YMCA ബോയ്സ് ഹോസ്റ്റൽ, അവിടെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത്, കാക്കനാട്. അവിടെ പോയി കമ്മീഷണറാണ് യൂണിഫോം ഇട്ടു. അപ്പോഴാണ് അറിയുന്നത് ഷൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സിറ്റുവേഷനിൽ പറയും, എന്നിട്ട് അപ്പം തന്നെ ആയിരിക്കും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ആളെ കാണുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് തരും. സാറിന്നിട്ട് പറ ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പം നമുക്ക് ഭയങ്കരധികം ലിവറേജ്, നമ്മുടെ ഇഷ്ടത്തിന് പലതും ഇംപ്രവൈസ് ചെയ്യാനതിനൊക്കെ കിട്ടുന്നത് ഒരു നടനായിട്ട് അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണത്. യെസ്, യു ക്യാൻ ഡു ഇറ്റ്, യു ഗിവ് ഇറ്റ് ഫ്രം യുവർ സൈഡ്.
ഇതെങ്ങനെയാണെന്നുള്ളത്, ഇതെനിക്കിതാണ് വേണ്ടത്, ഇതാണ് വേണ്ടത്. അങ്ങനെ ആ പടത്തിൽ അഭിനയിക്കാൻ തുടങ്ങി. പല പല പോർഷൻസും. ഒരു സൈഡിൽ നമ്മൾ നിവിൻ പോളിനെയും സൈജുവിനെയും ഫയർ ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഇതൊക്കെ വളരെ ഒരു ഓഫീസിലിരുന്ന് തന്നെ ചെയ്യുമ്പോൾ ഞാൻ ഓർത്തില്ല ഈ പടം എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മൈലേജ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പലരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് കിട്ടുമെന്നുള്ളൂ. പക്ഷെ പിന്നെയാണ് ആ വയർലെസ് സെറ്റ് പോകുന്ന സീക്വൻസ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആക്ഷൻ ഹീറോ ബിജുവിനകത്ത് നോക്കിയാൽ കഥ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഥയായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്രയും മനോഹരമായിട്ടൊരു പോലീസുകാരൻ്റെ ലൈഫ്, ഒരു പോലീസ് സ്റ്റേഷനിൽ എന്ത് നടക്കുന്നു, അവരുടെ ലൈഫിൽ എന്താണ് കാലത്തൊട്ട് വൈകിട്ട് വരെ നടക്കുന്നത്, ഇങ്ങനെയുള്ള ആരെല്ലാം ക്യാരക്ടേഴ്സ് വന്നു പോകുന്നു എന്നുള്ളത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് എബ്രട്ടയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് എബ്രട്ടിന് പിന്നെ എന്താണെന്ന് വെച്ചാൽ പെർഫെക്ഷൻ വേണ്ടിയിട്ട് നോക്കും. അപ്പം അതന്ന് കാലത്തും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ. അത് വേറൊരു കാര്യത്തിനാണത്. അപ്പം ആക്ഷൻ ഹീറോ ബിജു 2 തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രിപ്പറേഷൻ നടക്കുന്നു. അപ്പോൾ ഈ പെർഫെക്ഷൻ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ കമ്മീഷണർക്ക് ഈ വയർലെസ് സെറ്റ് കളവ് പോയിട്ട് പിന്നീട് കമ്മീഷണർ അത് കിട്ടിയതിന് ശേഷമുള്ള റിയാക്ഷൻ, അതായിരുന്നു ആ പടത്തിനകത്ത് എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അവിടെ അതിനു മുമ്പ് ഞാൻ വളരെ സാത്വികനായിട്ടിരുന്നുകൊണ്ട് എല്ലാ പോലീസുകാരുടെ അടുത്തും പറയുന്നുണ്ട്, നമ്മൾ ജനങ്ങളോട് സഭ്യമായിട്ടും മര്യാദയായിട്ടൊക്കെ സംസാരിക്കണം, അവരോട് ഒരിക്കലും കാര്യത്തിൽ സംസാരിക്കരുത്, അവരെ തെറി വിളിക്കരുത് എന്നൊക്കെ പറയുന്ന ഭാഷ്യം കൊടുക്കുന്നൊരു കമ്മീഷണർ തൻ്റെ ഭ്രാന്ത് അടക്കാൻ പറ്റാതെ ആ ഒരു ഈ പറഞ്ഞ വേദവാക്യങ്ങളൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാണിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ഞാനങ്ങ് മാറുകയാണത്. ആ സമയത്ത് ഈ വൈറസ് കൊണ്ടുപോയിട്ടുള്ള ഇവനെ എന്നിട്ട് അതിൽ വൈറസ് കൂടെ നമ്മളെ കളിയാക്കുന്നതുകൊണ്ടുണ്ട്. കോബ്രകളുടെ കിങ് കോബ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അന്നുണ്ടായിരുന്ന ആ ഇൻ്റർവൽ പഞ്ചിൽ ഇങ്ങനെ ഇരുന്ന ഒരു മൂഡിൻ്റെ എല്ലാം കൾമിനേഷനായിരുന്നു പിന്നെ ഇവനെ കയ്യിൽ കിട്ടിയ സമയത്തുള്ളൂ. അപ്പോൾ ഈ കയ്യിൽ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിവിൻ പോളിയും അതുപോലെ തന്നെ സൈജു കുറിപ്പോടുണ്ട്. ഇവരോടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ മര്യാദയ്ക്ക് സഭ്യമായ ഭാഷയിൽ ജനങ്ങളോട് സംസാരിക്കണം, അവരോട് ഡീൽ ചെയ്യണം. ആ ആൾക്കാർ കാണുന്ന എന്താണ്, ഇത് ഞാനങ്ങ് ചാവട്ടി വന്ന് കയറി ഇവൻ്റെ കൊക്കിന് പിടിച്ചിട്ട് ഒരു ഇടിയും കൊടുത്തിട്ട് പിന്നെ വിളിക്കുന്ന തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബീപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആകെ ശല്യവും. അപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ നടക്കുന്നത്, ഈ തെറി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യം പറയുമ്പോൾ അതേപോലെ കിട്ടിയത് വരില്ല, മൂന്നാമത്തെ പ്രാവശ്യം പിന്നെ കഴിഞ്ഞു, നമുക്ക് തന്നെ മടുത്തു ഈ തെറി. ഇത് ഒരു പ്രാവശ്യം എടുത്തിട്ട് അങ്ങ് ഇടിച്ചിട്ട് ഞാൻ ഇവനോട് തെറി വിളിക്കുന്ന സമയത്ത് അപ്പുറത്ത് പിറകിൽ നേരെ നിവിൻ പോലെയാണ് നിൽക്കുന്നത്, ക്യാമറ ഇവിടുന്നായിരിക്കും, അവനാ ചിരി തുടങ്ങും, നിവിനെ അടക്കാൻ പറ്റുന്നില്ല. അപ്പം സൈജും തുടങ്ങും, പിന്നെ ഞാനും തുടങ്ങും. ഞാൻ പറഞ്ഞു നിവിനെ ഒന്ന് കൺട്രോൾ ചെയ്യും പ്ലീസ്. 2-3 പ്രാവശ്യം ചിരി അടക്കാൻ പറ്റാതെ അവസാനം ഞാൻ പറഞ്ഞു, മോനെ ഞാനിനി ശബ്ദമിടില്ല, ഞാൻ എൻ്റെ ലിപ്പ് ഏതായാലും പടത്തിനകത്ത് ലിപ്പായിരിക്കും, അങ്ങനെ പറയും, ഇല്ലെങ്കിൽ അവൻ ചിരിച്ചിട്ട് ഇനിയിപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ആ സീൻ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ചിരിച്ച ചിരി തിയേറ്ററിലും അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ആരിത് പറഞ്ഞോ അതേ ഇത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വളരെയധികം സുഹൃത്തും ആയിട്ടുള്ള നമ്മുടെ കൊച്ചിൻ കലക്ടറുടെ ഭാര്യ നിശാന്തിനി ഇപ്പം DIG ആയിട്ട് പത്തനംതിട്ട സൈഡിലുണ്ട്. അവരെന്നെ പടം കാണാമെന്നിട്ട് ഓടി വന്നിട്ടുണ്ട്, സാർ അത്ര പെർഫെക്റ്റായിട്ട് നമ്മുടെ വിജയൻ സാറിനെ കാണിച്ചിരിക്കുന്നത്. കാരണം IG വിജയൻ എന്ന് പറയുന്ന ക്യാരക്ടറും ഇതുപോലെയാണ്, വളരെ സാത്വികനാണത്ര. അപ്പോൾ ആ ഒരു ക്യാരക്ടറെ ഞാൻ അറിയാതെ ഡെപ്പിക്റ്റ് ചെയ്ത സമയത്ത് അത് ജനങ്ങളിലേക്ക് അങ്ങ് എത്തി. ഇന്ന് ലുലുല അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് കുട്ടികൾ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെയുള്ള കുട്ടികൾക്ക് അവർക്ക് എന്നോട് ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ തെറി, ഞാൻ ഒരു തെറിയാ, നീ ഒന്നും കേട്ടില്ലല്ലോ, അത് നമുക്ക് മനസ്സിലായില്ല പറഞ്ഞത് തെറിയാണെന്നുള്ളത്. അതിനകത്ത് ബീപ്പോ സൗണ്ടോ ഒന്നുമില്ല, വെറും മ്യൂസിക്കിലാണ് പോയിരിക്കുന്നത്. പക്ഷെ എങ്കിൽ കൂടെ ആ ഒരു പോർഷൻ എനിക്ക് ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരു ഹൈലൈറ്റ് കിട്ടിയിട്ടുള്ള ഒരു പടമാണ്. അങ്ങനെ പിന്നീടാണ് ആളുകൾ ഓക്കെ പല രീതിയിലും, പിന്നെയാണ് ഞാൻ താത്വിക അവലോകനത്തിൽ അഭിനയിക്കാൻ പോകുന്നത്. അവിടെ നിന്നൊക്കെ ഒരു ക്യാരക്ടർ വ്യത്യാസം വന്നത് ഈ ആക്ഷൻ ഹീറോ ബിജു ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ആക്ഷൻ ഹീറോ ബിജു കഴിഞ്ഞ് ഷൂട്ടെല്ലാം കഴിഞ്ഞു. പിന്നീട് 2ാം ദിവസം ഞാൻ ഇറങ്ങിപ്പോവാണ് അവിടുന്ന്. ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഡയറക്ടറെയും കാണാനില്ല, ഹീറോയിനെയും കാണാനില്ല. അപ്പം ഞാൻ വണ്ടി എടുത്ത്, ഞാൻ തന്നെയാണ് എൻ്റെ വണ്ടിയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു, ഡയറക്ടറും നിവിനൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു. അവരാണ് പ്രൊഡ്യൂസറും.
ആരോ പറഞ്ഞു സാർ അതാ അവിടെ നിൽക്കുന്നു. അപ്പോൾ YMC ഗ്രൗണ്ട് മുക്കിൽ അവിടെ എവിടെയോ നിന്ന് രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ വണ്ടിയിലിരുന്ന് നിവിനെ ബാ എന്നത്. സാർ ഒരു മിനിറ്റ്. ഇല്ലല്ലോ രണ്ടാളും ബാ എന്നത്, രണ്ടാളെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ രണ്ടാളും കൂടെ വന്നു. പുറത്തുനിന്ന് ഞാൻ കാറിലിരുന്നുകൊണ്ട് വെച്ചു നിങ്ങളിപ്പോൾ അവിടെ സംസാരിച്ച് ഞാൻ ഡബ് ചെയ്യട്ടെ എന്ന് വെച്ചു. അപ്പം എന്താ ഇയാൾക്കിപ്പോൾ എന്ത് റിമണ്ടറേഷൻ കൊടുക്കണം അതല്ലേ പറഞ്ഞു. അപ്പോൾ ഒരു രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഞാൻ പറഞ്ഞാൽ നീ എന്നെ ഒരു സഹായം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത് ബോംബെയിൽ നിന്ന്. അതുകൊണ്ട് ഈ പടത്തിന് എനിക്ക് റിമണ്ടറേഷൻ വേണ്ട, ഒന്നും വേണ്ട, പടം ഹിറ്റാവട്ടെ, അതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തോന്നിയെങ്കിൽ തന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്നാണെന്നുള്ളത്. അതിനുശേഷം ഞങ്ങളുടെ ബന്ധം ഇന്നും വളരെ മനോഹരമായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് എബ്രഡിൻ്റെ എല്ലാ പടങ്ങളിനകത്തും ഞാൻ അതിനകത്ത് ഉണ്ടായിരിക്കും. സോ സെർട്ടൺ പ്ലേസസ് വി ബിലീവ് ദാറ്റ് ഞാൻ എൻ്റെ എത്തിക്സ് എന്ന് പറയുന്നത് സഹായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് റെമുനറേഷൻ ചോദിക്കുന്ന പ്രശ്നമില്ല, അത് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അല്ലെങ്കിലോ നമ്മൾ പറഞ്ഞിട്ടുള്ള പൈസ എന്നാലും എല്ലാപ്പോഴും കിട്ടിയതില്ല, പക്ഷെ ജനറലി ഇപ്പോൾ എല്ലാവരും തരാറുണ്ട്. അതാ കിട്ടിയതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുകയും ചെയ്യും. ബട്ട് ആക്ഷൻ ഹീറോ ബിജുവിനകത്ത് ഇത് പറഞ്ഞിട്ട് പിന്നീടുള്ള പടങ്ങളിൽ അവരുടെ എല്ലാ പടങ്ങളിലും ഉണ്ട്. പക്ഷെ പലർക്കും ഞാൻ സഹായം ചെയ്തിട്ട് പിന്നീട് അവർ ഒരിക്കലും എന്നെ പടത്തിന് വിളിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അതും ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. സോ യു ഗോട്ട് ടു ഹെൽപ്പ് ദ പീപ്പിൾ വെൻ ഇറ്റ് ഈസ് റിക്വയർഡ്. That time don't expect any remuneration for that help.